നമസ്തേ, പ്രശാന്ത് ശങ്കരമംഗലത്ത്. പ്രശാന്ത്, അവിടെ അടുത്തുള്ള ശങ്കരമംഗലത്ത് തന്നെയാണോ? പ്രശാന്തിന്റെ പേരിലെ ശങ്കരമംഗലത്തും? അല്ല അല്ല, അത് വീട്ടുപേരാ എൻ്റെ. ശരി. അപ്പൊ എന്താണ് പന്മന ആശ്രമത്തിൽ നിന്നുള്ള വിശേഷം? ആഘോഷങ്ങൾക്ക് വലിയ പൊലിമയില്ല അല്ലേ ഇത്തവണ? ഇല്ല, വയനാട് നമ്മുടെ സഹോദരങ്ങൾ ദുരന്തത്തിൽപ്പെട്ടതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ആശ്രമം നേരത്തെ തന്നെ ഒരു അറിയിപ്പ് കൊടുത്തിരുന്നു. അങ്ങനെയുള്ള ആഘോഷ പരിപാടികളൊന്നും ഈ വർഷമില്ല. ഗുരുവർഷം എന്ന പേരിൽ ഗുരുവിൻ്റെ 100ാമത് സമാധി വർഷത്തോടു കൂടി ഒരു വലിയ ചടങ്ങൊക്കെ തീരുമാനിച്ചതാണ്. എന്നാൽ ഈ ജയന്തിയോടനുബന്ധിച്ച് നിലവിൽ ഇപ്പോൾ ആശ്രമത്തിൽ അങ്ങനെ ചടങ്ങുകളൊന്നും വേണ്ട എന്നാണ് ഇപ്പോൾ ആശ്രമത്തിൻ്റെ അധികാരികൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ വയനാട് ദുരന്തം അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഞാനീ നിൽക്കുന്നത്. ഈ ആശ്രമ പരിസരത്താണ്. വളരെ മനോഹരമായ സ്ഥലം. ഇത്രയും മനോഹരമായ ഒരു ആശ്രമ പരിസരവും അന്തരീക്ഷമൊന്നും മറ്റ് എങ്ങും ഇല്ല എന്ന് തന്നെ പറയാം. അത്തരത്തിൽ നല്ല മനോഹരമായ സ്ഥലമാണ്. നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ സ്വാമികളുടെ സമാധി ക്ഷേത്രം. സമാധിയെങ്കിൽ ആ സമാധിയെ ശിവലിംഗ പ്രതിഷ്ഠ ചെയ്തൊരു ക്ഷേത്രമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ സ്വാമിജി ഉപയോഗിച്ച ഗഞ്ചറ അടക്കമുള്ള സാധനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ആ ഒരു കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള എല്ലാം ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ പ്രവേശിക്കുന്ന റൂമിലാണ് സ്വാമിജിയുടെ ഒരു ധ്യാന നിമഗ്നായിരിക്കുന്നൊരു പൂർണ്ണകായ പ്രതിമയുണ്ട്. അതോടൊപ്പം ചേർന്ന് തന്നെയാണ് ഈ സ്വാമിജിയുടെ ഗഞ്ചറയും അതുപോലെ തന്നെ ഊന്നുവടികൾ. അദ്ദേഹം സ്വാമികൾ ഒരു അവധൂത സ്വാമിയായിരുന്നു, സന്യാസിയായിരുന്നു. മറ്റ് സന്യാസികളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അവധൂത സന്യാസിയായിരുന്നു ചട്ടമ്പി സ്വാമികൾ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇങ്ങനെ സഞ്ചാരിയായിരുന്നു. ഓരോ സ്ഥലത്തും സ്ഥിരമായ ഒരു സ്ഥലത്തും സ്വാമികൾ ഉണ്ടാകാറില്ല. എല്ലാം സഞ്ചരിച്ചുകൊണ്ട് പല ദിക്കുകൾ തോറും ദേശങ്ങൾ തോറും ഇങ്ങനെ സഞ്ചരിച്ചു പോകുന്ന ഒരാളായിരുന്നു. ആ സഞ്ചരിക്കുന്ന സമയത്തെല്ലാം സ്വാമിയോടൊപ്പം ഒരു ഊന്നുവടി ഉണ്ടാകുമായിരുന്നു. ആ ഊന്നുവടിയാണ് ഇവിടെ സ്വാമിജി ഉപയോഗിച്ച ഊന്നുവടി. പരിപാവനമായിട്ട് തന്നെ ഇവിടെ നശിച്ചു പോകാത്ത രീതിയിൽ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഗഞ്ചിറ, ആ ഗഞ്ചിറയുമുണ്ട്. ഇങ്ങനെ ആണ് ഈ ഒരു മുറി സജ്ജീകരിച്ചിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടാണ്. ഇപ്പോഴും അതിൻ്റെ ഒരു പരിപാവനത അത് നഷ്ടപ്പെടാത്ത രീതിയിൽ തന്നെ ഇവിടെ അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ശില്പം നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, ജീവൻ തുടിക്കുന്ന സ്വാമിജിയുടെ ജീവൻ തുടിക്കുന്നത് പോലെയുള്ളൊരു ശില്പമാണ്. പൂർണ്ണകായ പ്രതിമ, ധ്യാന നിമഗ്നനായിരിക്കുന്ന പ്രതിമയാണ് ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ ആ ആശ്രമത്തിൽ നിന്ന് പുറത്തേക്ക് നമ്മൾ ഇറങ്ങുന്നതാണ് സമാധി ക്ഷേത്രം എന്ന് പറയുന്നത്. അതായത് ഈ കാണുന്നതാണ് സമാധി ക്ഷേത്രം. ഇവിടെയാണ് സമാധിയെങ്കിൽ ശിവലിംഗ പ്രതിഷ്ഠ ചെയ്തുകൊണ്ടാണ് ഇവിടെ ഈ സമാധി ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ ഇന്ന് നമുക്ക് ഈ ആളുകളൊന്നുമില്ലാത്തത് ഈ ഒരു പശ്ചാത്തലത്തിലാണ്. അല്ലായിരുന്നെങ്കിൽ നിരവധി ആളുകൾ ഇവിടെ ഉണ്ടാകേണ്ടതാണ്. എന്നാൽ ഈ ഒരു വയനാട് ദുരന്തത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ അങ്ങനെ ആഘോഷ പരിപാടികളൊന്നും വേണ്ട എന്നാണ് വെച്ചിരിക്കുന്നത്. നമ്മളോടൊപ്പം ഇപ്പോഴത്തെ സ്വാമിയുമുണ്ട്, കൃഷ്ണമയാനന്ദ തീർത്ഥസ്വാമി. ആ സ്വാമിജിയും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സ്വാമിജി നമസ്കാരം. നമസ്കാരം. ഇന്ന് ഈ ആഘോഷ പരിപാടികളൊന്നുമില്ലാതെ ആചാരമാത്രമായിട്ടാണ് ഇപ്പോൾ നടത്തുന്നത് അല്ലേ? അതെ, നമ്മൾ വയനാട് ദുരന്തത്തിൽ നമ്മളുടെയും ഒരു പങ്ക് എന്നുള്ള നിലയിൽ നമ്മൾ ഇവിടുത്തെ ആഘോഷ പരിപാടികളൊക്കെ ഒഴിവാക്കിയിരിക്കുകയാണ്. അത് നമ്മൾ മുൻകൂട്ടി തന്നെ അനൗൺസ് ചെയ്തു. അല്ലായിരുന്നുവെങ്കിൽ ഇപ്പം മെയ് മാസത്തിൽ ഏകദേശം 10 ദിവസം നീണ്ടു നിൽക്കുന്ന സമാധി ശതാബ്ദി ആഘോഷം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ പരിപാടി വളരെ ഗംഭീരമാക്കണമെന്നായിരുന്നു ഉദ്ദേശം. പക്ഷേ ഈ ഒരു സംഭവത്തോടുകൂടി നമ്മളുടെയും അനുഭാവം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് ആഘോഷങ്ങൾ ഒഴിവാക്കിയിട്ട് നമ്മളിത്തവണ ആചാരം എന്നുള്ള രീതിയിൽ പൂജാതി കാര്യങ്ങൾ അത് വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. നമ്മളുടെ ക്ഷേത്ര തന്ത്രി കാര്യമാത്ര വിജയൻ തന്ത്രികൾ ഇന്നലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹചരന്മാരോടുകൂടി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഗണപതി ഹോമം സമർപ്പണമായിട്ടുണ്ട്. അതിനുശേഷം ശ്രീകോവിലിൽ കളഭാഭിഷേകവും അഭിഷേകവും ഒക്കെ ആയിട്ട് പൂജാതി കാര്യങ്ങൾ. അതിനുശേഷം നമ്മളിവിടെ എല്ലാ 3-ാം ഞായറാഴ്ചയും ഇവിടെ അന്തർയോഗം നടക്കുന്നുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച 3 അത് മാറ്റിയിട്ട് ഈ ഞായറാഴ്ചത്തേക്ക് അന്തർയോഗം മാറ്റുകയും, അതുപോലെ ശാസ്താംകോട്ട അരവിന്ദാക്ഷൻ നായർ എന്ന് പറയുന്ന അദ്ദേഹം ചട്ടമ്പി സ്വാമിയെക്കുറിച്ചൊരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്, വിദ്യാധിരാജ. ആ ഗ്രന്ഥത്തിൻ്റെ പ്രകാശനവും ആ സമയത്ത് നടക്കുന്നതാണ്. ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് അങ്ങ് തിരുവനന്തപുരത്ത് കണ്ണമ്മൂലയിലാണെങ്കിലും സമാധി ഇവിടെയാണ്, കൊല്ലത്താണ്, പന്മനയാണ്. അപ്പം സ്വാമിജികൾ തന്നെ തിരഞ്ഞെടുത്തൊരു സ്ഥലമാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പന്മന ഇവിടെ എത്തി ഇതിൻ്റെ ഒരു സ്ഥലവൈശിഷ്ട്യം മനസ്സിലാക്കിയിട്ട്, അങ്ങനെ ആ ഒരു വൈശിഷ്ട്യം മനസ്സിലാക്കിയാണ് ഇവിടെ ഈ ഒരു സ്ഥലം തിരഞ്ഞെടുത്തതെന്ന് തോന്നുന്നല്ലേ? സ്വാമിജിക്ക് എത്രത്തോളം ആത്മബന്ധം ഉണ്ടായിരുന്നു ഈ പന്മനയുമായി ബന്ധപ്പെട്ട്? കാരണം ഈ സ്വാമിജി എന്നൊക്കെ പറഞ്ഞ ഒരു പ്രത്യേക തലത്തിൽ ജീവിക്കുന്ന, ഒരു പ്രത്യേക സ്ഥലത്തിനോട് മമതയൊന്നും
അവർക്കുണ്ടാകാൻ സാധ്യതയില്ല, ഈ പറഞ്ഞ പോലെ പക്ഷേ ചില പുണ്യഭൂമികളുണ്ട്, അത് ഈ മഹാത്മാക്കളുടെ ദൃഷ്ടികളിൽ ഗോചരമാകും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഗതിവിഗതികൾ നമുക്ക് നിർണ്ണയിക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ അദ്ദേഹം കുമ്പളത്ത് ശങ്കുപിള്ളയുമായിട്ടുള്ള ഒരു ബന്ധം മുഖേനയാണ് ഈ പ്രദേശത്തേക്ക് എത്തിയത്. അപ്പം അങ്ങനെയാണ് ഇവിടെ അടുത്തായിരുന്നു കുമ്പളത്ത് ഭവനം. ചട്ടമ്പിസ്വാമികൾ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ഗൃഹസ്ഥ ശിഷ്യന്മാരുടെ ഭവനങ്ങളിലാണ് വിശ്രമിക്കുക. പകൽ സമയങ്ങളിലൊക്കെ അതിൻ്റെ സമീപത്തുള്ള കാവുകളിലാണ്. അങ്ങനെ ഇവിടെ പാണയത്ത് കാവ് അവിടെ നിൽക്കുമ്പോഴാണ് അദ്ദേഹം കുമ്പളത്തിനോട് പറഞ്ഞ് നമുക്ക് ഇങ്ങോട്ടൊന്ന് പോകാം. ഈ കാവെന്ന് വളരെ കുറ്റിക്കാടുകളും വള്ളിപ്പടർപ്പുകളും ചൂരൽക്കാടുകളും ഒക്കെ നിറഞ്ഞ സഞ്ചാരയോഗ്യമല്ലായിരുന്നു. പൂജാതി കാര്യങ്ങൾ ആയില്ലെന്നറിഞ്ഞ് മാത്രം ഇവിടുത്തെ ചിത്രപീഠത്തിൽ എന്തെങ്കിലും പൂജ ചെയ്യുന്നല്ലാതെ ആളുകളൊക്കെ ഈ പ്രദേശത്തോടെ നടക്കാൻ തന്നെ ഭയപ്പെട്ടിരുന്നു. അദ്ദേഹം അതിനകത്ത് വരികയും ഈ പ്രദേശം ചൂണ്ടിക്കാണിച്ച് ഇവിടെ എൻ്റെ സമാധി ഇരിക്കണമെന്ന് പറയുകയുണ്ടായി. പക്ഷെ അന്ന് സ്വാമിജി വളരെ ആരോഗ്യത്തോടു കൂടിയുള്ള സമയത്താണ്. പക്ഷേ 1.5 വർഷത്തിനുള്ളിൽ അദ്ദേഹം പറഞ്ഞ പോലെ ആവുകയും തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹം ഇങ്ങോട്ട് വരണമെന്ന് ആവശ്യപ്പെട്ട് അങ്ങനെ ഇവിടെ വന്ന് ഇവിടെ അടുത്തുള്ള വായനശാലയിലായിരുന്നു അദ്ദേഹത്തിന് താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഏർപ്പാടാക്കിയിരുന്നത്. അതും കുമ്പളത്ത് ഭവനത്തിൻ്റെ തന്നെയാണ്. പ്രാക്കുളം പത്മനാഭ നായർ സ്മാരക വായനശാലയാണ്. അവിടെയാണ് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ സമാധിയാവുകയും പിന്നെ ആഘോഷപൂർവ്വം തന്നെ ഈ പ്രദേശം ഇതിൻ്റെ ഉടമസ്ഥൻ കൊടുക്കുകയും അങ്ങനെ ഇവിടെ സമാധിയിരുത്തുകയും പിന്നീട് കുമ്പളത്ത് ശങ്കുപിള്ളയും ഇവിടെ തന്നെയാണ് താമസിക്കുക ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ മരണവും ഇവിടെ തന്നെയായിരുന്നു. ഇവിടെ തന്നെ തൊട്ടോട് ചേർന്ന് തന്നെ ഒരു സ്ഥലം വേറെ വാങ്ങി അദ്ദേഹത്തിൻ്റെയും പത്നിയുടെയും സ്മാരകവും നമുക്ക് ഇവിടെയുണ്ട്. ചട്ടമ്പിസ്വാമികൾ ഒരു അവധൂത സന്യാസിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് സ്ഥിരമായ ഒരു സ്ഥലത്ത് നിൽക്കാതെ ഒരു ആശ്രമമില്ലാതെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്യാസിയാണ്. അപ്പം ആ ഇടയ്ക്കല്ലേ ഈ കുമ്പളത്ത് ശങ്കുപിള്ളയുമായിട്ടുള്ളൊരു ബന്ധമുണ്ടാകുന്നതും. എനിക്ക് തോന്നുന്നു ഈ ശിഷ്യപരമ്പരകൾ കുറവാണെങ്കിൽ പോലും അതിൽ പ്രധാനികളായ ഒരാൾ ഈ കുമ്പളത്ത് ശങ്കുപിള്ളയാണെന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ തന്നെ പറയാം. അദ്ദേഹത്തിന് സന്യസ്ത ശിഷ്യന്മാരെന്ന് പറയുന്നത് നീലകണ്ഠ തീർത്ഥപാദ സ്വാമികളും തീർത്ഥപാദ പരമഹംസ സ്വാമികളും രാമാനന്ദ സ്വാമികൾ 3 പേരാണ് സന്യസ്ത ശിഷ്യന്മാരുള്ളത്. ബാക്കിയൊക്കെ ഇങ്ങനെ ഉള്ള വളരെ എണ്ണം കുറഞ്ഞ ശിഷ്യന്മാരാണ്. പിന്നെ ഈ ഗൃഹസദസ്സുകളാണ് ചട്ടമ്പിസ്വാമികൾ കൂടുതൽ നടത്തിയിരുന്നത്. അവിടെ അദ്ദേഹം ചെല്ലുന്ന സമയത്ത് അറിഞ്ഞു കേട്ട് ധാരാളം ആളുകൾ വരികയും ചെയ്യുമായിരുന്നു. അങ്ങനെ അവർ അദ്ദേഹത്തിനുള്ള സംശയം നിവൃത്തി വരുത്തുകയും അദ്ദേഹം അവർക്കുള്ള ആത്മീയ പ്രബോധനം നൽകുകയും ചെയ്തിരുന്നു. ഒരു പൊതുപരിപാടിയിൽ അദ്ദേഹം അങ്ങനെ പ്രഭാഷണങ്ങൾ നടത്തിയതായിട്ട് നമ്മുടെ അറിവില്ല. ഇങ്ങനെയുള്ള ഗൃഹസദസ്സുകളിൽ ധാരാളം ആളുകൾ അദ്ദേഹത്തെ തേടി എത്തുമായിരുന്നു. അക്കൂട്ടത്തിലാണ് സ്വാമി വിവേകാനന്ദൻ എറണാകുളത്തോടൊപ്പം അദ്ദേഹത്തെ കാണാനെത്തുകയും ചിന്മുദ്രയുടെ വ്യാഖ്യാനം അദ്ദേഹം പല സ്ഥലങ്ങളിലും തേടി നടന്നിട്ടും ലഭിക്കാഞ്ഞത് ചട്ടമ്പിസ്വാമികളാണ് അദ്ദേഹത്തിന് അതിനൊരു സമാധാനം, അദ്ദേഹത്തിന് തൃപ്തി വരുമണ്ണം ഒരു സമാധാനം നൽകുകയും ചെയ്തിട്ടുള്ളത്. അതിനുശേഷം സ്വാമിജിയുടെ സമാധി പര്യന്തം ഇവിടെ ധാരാളം മഹാത്മാക്കൾ ഈ പ്രദേശത്തേക്ക് വരികയുണ്ടായി. അതിൽ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നത് 1934 ഗാന്ധിജി ഇവിടെ വന്ന് 2 ദിവസം ധ്യാനനിരതനായിട്ട് തങ്ങുകയുണ്ടായി എന്നുള്ളതാണ്. അനവധി മഹാത്മാക്കൾ ഇവിടെ പിന്നീട് വന്നു ചേരി ഇപ്പോഴും പലരും തേടി ഇവിടെ എത്തുന്നുണ്ട്. ആശ്രമത്തെപ്പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ വളരെ ശാന്തസുന്ദരമായൊരു പ്രദേശമാണ്. അങ്ങനെ തന്നെ കാത്തു സൂക്ഷിക്കുന്നുണ്ടല്ലേ. നമുക്ക് ഇപ്പം പല ആശ്രമങ്ങളും മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇത് അങ്ങനെ പരമ്പരാഗത രീതിയിലുള്ള ഒരു ആശ്രമം, ആ ആശ്രമത്തിൻ്റെ അതേ അന്തരീക്ഷത്തിൽ തന്നെ വൃക്ഷങ്ങളും അതുപോലെ തന്നെ ആയുർവേദ ചെടികളും ഒക്കെ നട്ടുപിടിപ്പിച്ചുകൊണ്ട് ആ ഒരു പരിപാവനത ഒട്ടും കുറയാത്ത രീതിയിൽ തന്നെയാണല്ലേ കാത്തു സൂക്ഷിക്കുന്നത്. അതെ, നമുക്ക് ഇവിടുത്തെ മരങ്ങളൊക്കെ കണ്ടാൽ തന്നെ അറിയാമല്ലോ. ഇവയൊക്കെ തന്നെ നോക്കിയാൽ വളരെ പഴക്കമുള്ള മരങ്ങളൊക്കെയാണ്. പിന്നെ ഗാന്ധിജി താമസിച്ചിരുന്ന ആ കെട്ടിടം അത് ഒരു ഓലക്കെട്ടിടമായിരുന്നു. ഗാന്ധിജി വരുന്നത് പ്രമാണിച്ച് ഒരു 2 ആഴ്ച കൊണ്ടാണ് ഇവിടത്തേക്കുള്ള വഴി, ആ കണ്ണങ്കുളർ ക്ഷേത്രം വരെ ഉണ്ടായിരുന്നുള്ളൂ റോഡ്. അപ്പോൾ ഗാന്ധിജിക്ക് വരാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ഈ 2 ആഴ്ചക്കുള്ളിൽ നാട്ടുകാരുടെ സഹകരണത്തോടു കൂടി തന്നെയാണ് കുമ്പളത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ വഴി വെട്ടുകയുണ്ടായത് ഇങ്ങോട്ട്. അതിനുശേഷം ഈ നമ്മൾ കാണുന്ന ഈ കെട്ടിടവും അതൊരു ഓലക്കെട്ടിടമായിരുന്നു. ഗാന്ധിജിക്ക് തുറസായ സ്ഥലത്ത് കിടക്കണമെന്നുള്ളതുകൊണ്ട് ഒരു നടുമുറ്റം മാതിരി തന്നെ അവിടെ ഒരു മാടം ഉണ്ടാക്കിയിട്ട് അതിലായിരുന്നു അദ്ദേഹം 2 ദിവസം കഴിഞ്ഞിരുന്നത്. പിന്നീട് അത് നമ്മൾ ഓല കെട്ടിയിട്ട് കാലങ്ങളോളം സൂക്ഷിക്കുമായിരുന്നു. ഇപ്പം അടുത്ത കാലത്താണ്, ഇപ്പം ഏകദേശം 1 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ, അത് ഈ രീതിയിൽ വന്ന് നിലനിർത്താൻ തുടങ്ങിയത്. ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ഓല ലഭിക്കാനും മറ്റുമൊക്കെയുള്ള ബുദ്ധിമുട്ടും മറ്റും കൊണ്ട് ഓടിടുകയും ഒക്കെ ചെയ്തത്. ഈ സമാധിയെ ഇങ്ങനെ ഒരു ശ്രീകോവിൽ പോലെ നിർമ്മിച്ചാണ്. ഇപ്പോൾ നമ്മളിവിടെ നിൽക്കുന്ന സമാധി സ്ഥാനത്ത് തന്നെയാണല്ലേ. അവിടെ ആ സമാധി തന്നെയാണ് ഈ ശ്രീകോവിലായിട്ട് ഇങ്ങനെ നിർമ്മിച്ച് ഇങ്ങനെ ഒരു ഭക്തർക്ക് എല്ലാ കാലവും വന്ന് ദർശിക്കാൻ എന്നൊരു ആ ചിന്തയിൽ അതാണോ അതിൻ്റെ ഒരു സമാധിയുടെ സമ്പ്രദായം അങ്ങനെയാണ്. ഇന്ന് നമ്മൾ ഇന്ത്യ ഒട്ടുക്ക്
ഭാരതം ഒട്ടുക്ക് കാണുന്ന മഹാക്ഷേത്രങ്ങളെല്ലാം ഓരോ കാലഘട്ടങ്ങളിൽ ഋഷിവരന്മാർ സമാധി ഇരുന്നിട്ടുള്ള സ്ഥലമാണ്, സമാധി സ്ഥലങ്ങളാണ്. അങ്ങനെ ഒരു സമ്പ്രദായം ഭാരതത്തിലെ ഈ ഋഷി പാരമ്പര്യത്തിന് ഉണ്ട്. അപ്പോൾ അവ പിന്നീട് ക്ഷേത്രങ്ങളായി മാറുകയാണ്. കാരണം സന്യാസി അല്ലെങ്കിൽ ചട്ടമ്പിസ്വാമിയുടെ പറഞ്ഞാൽ അദ്ദേഹം സിദ്ധ പരമ്പരയിലെ തുറവി എന്ന് പറയാവുന്ന ഒരു അവസ്ഥയിൽ ജീവിച്ചിരുന്ന, ഈ നിങ്ങൾ മുമ്പ് ചോദിച്ചതുപോലെ സ്വന്തമായിട്ടൊരു ആശ്രമം പറയുന്നത് അദ്ദേഹത്തെ കുറിച്ച് കാവ്യവും കമണ്ഡലവും ധരിക്കാത്ത സന്യാസി വര്യനായിരുന്നു ചട്ടമ്പിസ്വാമികൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ഈ സമാധി ഇരിക്കുക എന്ന് പറയുന്നത് തന്നെ അവരുടെ പ്രാണനെ ഉള്ളിൽ സന്നിവേശിപ്പിക്കുന്ന ഒരു പ്രക്രിയ എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ സമാധി ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു തരംഗമുണ്ട്, ഊർജ തരംഗമുണ്ട്. അത് അവരുടെ ആത്മീയ പ്രഭാവം ലോകത്തിന് ഉപകാരപ്രദമാകുന്ന രീതിയിലേക്ക് പ്രസരിക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള പ്രസരണ കേന്ദ്രങ്ങളാണ് ക്ഷേത്രങ്ങളായി മാറുക. സാധാരണ സമാധികളിൽ നമ്മൾ ശിവലിംഗമാണ് പ്രതിഷ്ഠിക്കുക. കാരണം സന്യാസി ആവുന്നതോടുകൂടി നമ്മളിപ്പോൾ ഈ സന്യാസത്തിന് 3 ദിവസത്തെ ചടങ്ങുകളോടുകൂടി ഈ സന്യസ്തൻ അതോടുകൂടി ശിവസ്വരൂപമായി മാറുന്നു എന്നുള്ളതാണ് സങ്കല്പം. അതിനുശേഷം ഈ സന്യാസി ജീവൻ വെടിഞ്ഞാൽ ആ സമയത്ത് ശിവപൂജയാണ് ഈ ശവത്തിന് പോലും ചെയ്യുന്നത്. അതിന് ശേഷമാണ് സമാധി ഇരുത്തുക. പിന്നെ ഒരു ദഹിപ്പിക്കുക എന്നുള്ള പ്രക്രിയയില്ല. കാരണം ഈ സന്യാസം സ്വീകരിക്കുന്നതോടുകൂടി അഗ്നിസ്വരൂപമായി മാറുകയാണ്. വിരജാഹോമം എന്ന ചടങ്ങിലൂടെ ഈ കാവ്യ തന്നെ അഗ്നിയുടെ പ്രതീകമായിട്ടാണ് നമ്മൾ ധരിക്കുന്നത്. പ്രത്യേകിച്ച് പിന്നെ കർമ്മങ്ങളോ ചടങ്ങുകളോ ഒന്നുമില്ല. അപ്പോൾ ശിവസ്വരൂപമാണ് മാറുക. അതുകൊണ്ടാണ് ശിവലിംഗം പ്രതിഷ്ഠിക്കുക. പിന്നെ ചില സമാധികളിലൊക്കെ ഈ സന്യാസിയുടെ ഉപാസ്യ ദേവതയെ ചിലപ്പോൾ പ്രതിഷ്ഠിക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ സ്വാമികളുടെ ശിഷ്യനായിരുന്ന നീലകണ്ഠ തീർത്ഥപാദരെ ഇവിടെ അടുത്ത് തന്നെ പുതിയകാവ്, കരുനാഗപ്പള്ളിക്കടുത്ത് പുതിയകാവാണ് സമാധിയായത്. ചട്ടമ്പിസ്വാമി തിരുവടികളുള്ളപ്പോൾ തന്നെ അദ്ദേഹം സമാധിയാകുന്ന 2 വർഷം മുമ്പാണ് അദ്ദേഹം സമാധിയായത്. സ്വാമി തിരുവടികൾ തന്നെ അദ്ദേഹത്തെ സമാധിയിരുത്തുകയും ചട്ടമ്പിസ്വാമികൾ നടത്തിയ ഏക പ്രതിഷ്ഠ അവിടുത്തെ സമാധിയിലെ ശിവലിംഗ പ്രതിഷ്ഠയാണ്. അവിടെയും നല്ല രീതിയിൽ അവിടുത്തെ പൂജാതി കാര്യങ്ങൾ നടക്കും. അപ്പോൾ ശിവസ്വരൂപത്തിലാണ്, ശിവസങ്കല്പത്തിലാണ് ഈ സമാധികളിൽ പൂജ. എന്നാൽ ചില സമാധികളിൽ ഇപ്പം ചട്ടമ്പിസ്വാമികളുടെ തന്നെ അടുത്ത ശിഷ്യനായിരുന്ന തീർത്ഥവാദ പരമഹംസ സ്വാമികൾ അദ്ദേഹം സ്ഥാപിച്ചാണ് വാഴൂർ ആശ്രമം. ഈ തീർത്ഥവാദ പരമ്പരയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് വാഴൂർ ആശ്രമമാണ്. അവിടെ നിന്നാണ് സന്യാസ ദീക്ഷ നൽകുന്നത്. അവിടെയും ഇതുപോലെ തന്നെ ശിവലിംഗ പ്രതിഷ്ഠയാണ് നടത്തിയത്. തീർത്ഥവാദ പരമഹംസ സ്വാമികളുടെ ശിഷ്യൻ വിദ്യാനന്ദ തീർത്ഥവാദ സ്വാമികൾ അദ്ദേഹം ജ്യോതിഷ പണ്ഡിതൻ കൂടിയായിരുന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഉപാസ്യ ദേവത സുബ്രഹ്മണ്യ സ്വാമിയായിരുന്നു. ചട്ടമ്പിസ്വാമികളും ഷൺമുഖദാസൻ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അതുകൊണ്ട് അവിടെ സുബ്രഹ്മണ്യ പ്രതിഷ്ഠയാണ്. വിദ്യാനന്ദ തീർത്ഥവാദ സ്വാമികളുടെ ശിഷ്യനായിരുന്ന ചിത്സ്വരൂപാനന്ദ സ്വാമികളുടെ സമാധി അവിടെ തന്നെ പൊൻകുന്നത്തിനടുത്ത് ചെറുവള്ളിയിലാണ്. അവിടെ അദ്ദേഹം ഭാഗവത സപ്താഹം, ഈ മലയാള കിളിപ്പാട്ട് സപ്താഹം വളരെയേറെ പ്രചരിപ്പിക്കുന്നതിൽ കരുവാറ്റ സ്വാമികളോടൊപ്പം തന്നെ നിന്നിരുന്ന ആളാണ് ചിത്സ്വരൂപാനന്ദ തീർത്ഥവാദ സ്വാമികൾ. അദ്ദേഹത്തിൻ്റെ സമാധിയിൽ ഇതുപോലെ അദ്ദേഹത്തിൻ്റെ ഉപാസ്യ ദേവത അനന്തശയനമാണ് പ്രതിഷ്ഠ. ഇങ്ങനെ ചില പ്രത്യേകതകൾ സമാധികളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ചട്ടമ്പിസ്വാമികളിലേക്ക് വരികയാണെങ്കിൽ, ചട്ടമ്പിസ്വാമികൾ എന്ന് പറയുന്നത് സാധാരണ ഒരു സന്യാസി മാത്രമല്ല, അദ്ദേഹം ഒരു നവോത്ഥാന പ്രവർത്തനങ്ങൾ കൂടി നടത്തി. അന്നത്തെ ഉച്ചനീചത്വങ്ങൾക്കെതിരെ എല്ലാം പടപൊരുതി കൊണ്ട്, സന്യാസം കൊണ്ട് പടപൊരുതി ഒരു മഹത് വ്യക്തി കൂടി ആയിരുന്നു അല്ലേ? അങ്ങനെ പറയുമ്പോഴേക്കും അതേക്കുറിച്ച് എങ്ങനെയാണ് അങ്ങനെ ഓർത്തെടുക്കുന്നത്? അന്നത്തെ കാലഘട്ടത്തിൽ അത് വളരെ ആവശ്യമായിരുന്നു. ജനങ്ങളുടെ ഇടയിൽ ഉച്ചനീചത്വവും അതുപോലെ തന്നെ വല്ലാത്തൊരു അരക്ഷിതാവസ്ഥ നിലനിന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഈ 19-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യദശകങ്ങളും 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യദശകങ്ങളും. പ്രത്യേകിച്ച് ഇവിടെ ബ്രിട്ടീഷുകാരാണ് ഭരിച്ചിരുന്നത്. അവർ ജനങ്ങളെ ഭിന്നിപ്പിച്ച് നിർത്തുന്നതിലും ഒക്കെ വളരെ ജാഗരൂകരായിരുന്നത് കൊണ്ട് തന്നെ ഇത് ഒരാവശ്യമായിരുന്നു. അപ്പോൾ സ്വാമികളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ ഇടയിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അതും സാധാരണക്കാരുടെ ഇടയിലാണ് ജീവിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ വ്യഥകൾ അദ്ദേഹത്തിന് നന്നായിട്ട് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം ചെറുപ്പം തൊട്ട് തന്നെ അറിഞ്ഞിരുന്നത്, അനുഭവിച്ചിരുന്നത് ഈ ഹിന്ദുക്കൾക്കിടയിൽ തന്നെയുള്ള ഈ ജാതികളുടെ അവാന്തരങ്ങളെക്കുറിച്ചൊക്കെയായിരുന്നു, ഉപജാതികളൊക്കെ. അതിന് മാത്രമല്ല ഈ ബ്രാഹ്മണ്യ മേൽക്കോയ്മ അദ്ദേഹം ശരിക്ക് അനുഭവിച്ചറിഞ്ഞിരുന്നുകൊണ്ട് അതിനെതിരെയും, കാരണം വേദാധികാര നിരൂപണം എന്നൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിലൂടെ ശക്തമായിട്ട്. ചട്ടമ്പിസ്വാമികളുടെ സമാധി സ്ഥലമായ പരിപാവനമായ പന്മനാശ്രമത്തിൽ നിന്നാണ് പ്രശാന്ത് ശങ്കരമംഗലത്ത് വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരുന്നത്. എന്തായാലും ഇത്തവണ വിശേഷാൽ പൂജകളും ചടങ്ങുകളും ഒന്നുമില്ല വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ.